അദ്ദേഹം ഈ മക്കാവു നഗരത്തിലെ ഒരു കാസിനോ ഉൾപ്പെടുന്ന വലിയൊരു 7 സ്റ്റാർ എന്ന് വേണേൽ പറയാവുന്ന ഒരു ഹോട്ടലിലെ ഷെഫാണ്. ഷെഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാചകം. അപ്പൊ ഞാൻ ഒരു ഷെഫിനെ പരിചയപ്പെടുന്ന ഒരു കൗതുകത്തോടെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. പക്ഷേ ഓരോ മിനിറ്റും കഴിയുന്തോറും ഈ മനുഷ്യനോടുള്ള ആദരവ് കൂടിക്കൂടി വന്നു. അതിന്റെ കാരണം ഇതാണ്, അദ്ദേഹം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ മക്കാവുവിലാണ്. മക്കാവുവിൽ ഒരു ഹോട്ടലിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യല്ല അദ്ദേഹം ചെയ്യുന്നത്. മക്കാവുവിലെ ഗവൺമെന്റ് അദ്ദേഹത്തിന് നിർബന്ധപൂർവം അവിടുത്തെ പൗരത്വം നൽകിയിരിക്കുകയാണ്. ഇവിടം വിട്ടു പോകരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ വരുന്ന, ഇദ്ദേഹത്തിന്റെ വിഭവങ്ങൾ ആസ്വദിക്കാൻ വരുന്നവരിൽ ഡേവിഡ് ബെക്കാം ഉൾപ്പെടെയുള്ള കായിക താരങ്ങളുണ്ട്, ലയണൽ മെസ്സിയെ പോലുള്ള ഫുട്ബോൾ താരങ്ങളുണ്ട്, ചലച്ചിത്ര താരങ്ങളുണ്ട്, ലോകപ്രശസ്തരായ കലാകാരന്മാരുണ്ട്. എന്തിനേറെ നമ്മുടെ ബോളിവുഡിലെ പല സിനിമകളുടെയും ലോഞ്ചിന്റെ പാർട്ടികൾ നടക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലാകാൻ കാരണം ഇദ്ദേഹം ഇന്ത്യൻ വിഭവങ്ങൾ ഒരുക്കുന്ന സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഷെഫ് എന്നതുകൊണ്ടാണ്. ഈ ഷെഫ് വഴി ഈ റെസ്റ്റോറൻറ്റിന് 8 വർഷം തുടർച്ചയായി മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്ന അവാർഡ് കിട്ടി. മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഷെഫുമാർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിന് കിട്ടുന്ന അവാർഡ്. അതായത് സിനിമയിൽ ഓസ്കാർ എന്ന് പറയുന്നത് പോലെ, സാഹിത്യത്തിലും ശാസ്ത്രത്തിലുമൊക്കെ നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് പോലെ, പാചകകലയിൽ കിട്ടുന്ന ഒരു നൊബേൽ പ്രൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ മിഷലിൻ സ്റ്റാർ. ഈ മലയാളി വഴി ഈ റെസ്റ്റോറൻറ്റിലേക്ക് 8 തവണ തുടർച്ചയായി മിഷലിൻ സ്റ്റാർ ചെന്നു. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് അദ്ദേഹത്തിന് പൗരത്വം കൊടുത്ത് അവിടെ നിർത്തിയത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നില്ലേ? നല്ല മാർക്കുണ്ടായിരുന്നു സാറേ. നിങ്ങളുടെ മാതാപിതാക്കൾ എൻട്രൻസിന് പോകണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചില്ലേ? അദ്ദേഹം ഒന്ന് ചിരിച്ചു, നിർബന്ധിച്ചു, വഴക്കുണ്ടാക്കി, യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്തു. അദ്ദേഹം ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായിരിക്കേണ്ടതിന് പകരം ഇന്ന് 8 മിഷലിൻ സ്റ്റാർ അവാർഡുകൾ വാങ്ങിയ അദ്ദേഹം ആവശ്യപ്പെടുന്ന എന്തും അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായ ഒരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റ് തന്നെ കരുതിക്കുന്ന ഒരു ഷെഫായി, ആദരിക്കപ്പെടുന്ന ഷെഫായി മാറി.